ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ. അപ്പം ഞാൻ എന്നുള്ളത് നമ്മുടെ വേങ്ങര വലിയോറ പരപ്പിൽപ്പാറയിലാണ്. ഇവിടെ ഒരു പായ് വസ്തുക്കൾ കൊണ്ടൊരു പുല്ലുവെട്ടി യന്ത്രം ഉണ്ടാക്കിയ ഒരു കൊച്ചു മിടുക്കനെയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെ കുറുക സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്ല കാളിമഠത്തിലാണ് ഈ ഒരു പുല്ലുവെട്ടി യന്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അഫ്ലെ, ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്? എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? വീട്ടില് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കി. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എത്ര ദിവസം ആയി ഇത് ഉണ്ടാക്കാൻ? ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു യന്ത്രം ഉണ്ടാക്കി. ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക? ചാർജിങ് ആണോ? ചാർജ് ടോർച്ചിന്റെ ബാറ്ററി ആയിട്ടാണ് ഈ സംഗതി ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഇനി ചാർജ് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ചെയ്യാറ്? ബാറ്ററി മാറ്റി കൊടുക്കുക, ചാർജ് ചെയ്യും. ടോർച്ചിൽ ഇട്ടിട്ട് ആ ബാറ്ററി ചാർജ് ചെയ്തിട്ട് ദീക്കാനിടും. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കുറെ എന്താ പറഞ്ഞു, വീട്ടിലുള്ളവരൊക്കെ എന്താ പറഞ്ഞു ഇതിനെ കുറിച്ച് ഉണ്ടാക്കിയപ്പോ? വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ? നമ്മളെ എന്തോ പറഞ്ഞല്ലോ, എന്തൊക്കെ നന്നാക്കും എന്നൊക്കെ പറഞ്ഞു. ബൾബ് നന്നാക്കും. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്തൊക്കെയാ? ഈ ആവശ്യമില്ലാത്ത ഈ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് ഓരോ ഇന്നിപ്പോ ലേസർ മാതിരി ഉണ്ടാക്കിക്കാൻ. പിന്നെ ടോർച്ച് ഒഴിവാക്കിയതുണ്ടായിനി ഉമ്മാൻ്റെ അവിടെ. അതെടുത്തിട്ട് ഒരു നമുക്ക് ബാറ്ററി കൊടുത്തിട്ട് റീചാർജ് ചെയ്തിട്ട് വെക്കണ ഒരു ടോർച്ച് ഉണ്ടാക്കിയാണ്. ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ? ഇത് പുട്ടി ബ്ലേഡ് ആണ്. ഇത് ട്രിമ്മറിന്റെ മോട്ടർ വെച്ചിട്ടുണ്ടാക്കിയത്. പിന്നെ ഇത് നമ്മുടെ പഴയ ട്യൂബ് അല്ലേ? ട്യൂബിന്റെ ഫ്രെയിം. ഇതിനുള്ളിൽ ബാറ്ററി ഫിക്സ്. ബാക്കില് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് അല്ലേ? ഇത് നമ്മളെ സ്ക്രൂ ഡ്രൈവറിന്റെ ഒക്കെ ബോക്സ് അല്ലേ ഒഴിവാക്കിയ? ഓക്കെ. ഉമ്മാൻ്റെ അടുത്ത് അമ്മേനെ ഇങ്ങനത്തെ മറ്റേ അൽമാറൊക്കെ ഉണ്ടാക്കണേ. അപ്പൊ അതിന്ന് അവിടുന്ന് കിട്ടിയതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അഫ്ലൈൻ്റെ ഉപ്പ് കൂടെ ഉണ്ട്. ഉപ്പ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മോൻ്റെ ഈ ഒരു കഴിവിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? പറയാനുള്ളത് സാറാണ്, ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവന് നമ്മൾ പറയുന്നത് ഒന്നുകൂടി ഇവനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്താ വെച്ചാൽ ഇത്ര നല്ലൊരു കഴിവുള്ള ഒരാളെ ഇനിയുള്ള 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ കുറേ സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി കൊണ്ടുവരും. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഇവൻ്റെ ഈ ഒരു വീഡിയോ എത്തിക്കുക. ഇങ്ങനെയൊക്കെ കഴിവുള്ള കുട്ടികൾ മുന്നിലേക്ക് വരട്ടെ, അതാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാവരും നല്ല ഉഷാറായിട്ട് വരട്ടെ. ഈ ഒരു കാലത്തൊക്കെ ഇത്ര നല്ല രീതിയിലുള്ള ഈ ഒരു സംഗതിയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഉഷാറായി വരട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.